അത് സുഹൃത്തുക്കളെ ആരിസാട്ടോ ആരിസ് വൈത്തിരിയാണേ. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ബോഡി ഇന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിനും പോസ്റ്റ്മോർട്ടം അനുബന്ധമായ കാര്യത്തിന്. സന്നദ്ധ സംഘടനയുടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈറ്റ് ഗാർഡും യൂത്ത് ലീഗിൻ്റെയും ആളുകളെ ഇവിടെ എത്തിയിട്ടുള്ളൂ, UDF-ൻ്റെ ഒക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് കയറ്റി വിടേണ്ടതുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഷൗക്കത്തുണ്ട്. പിന്നെ ബോഡി അവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതാ PP കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എട്ടാമത്തെ ബോഡി വിക്രം സിംഗ് റാണ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ്റെ ആണ്. അതായത് അവിടുത്തെ ഒരു എഞ്ചിനീയറോ മറ്റോ ആണ്. വയനാട് കള്ളാടി അപകടത്തിൻ്റെ എട്ടാമത്തെ ആളെ ഇട്ടപ്പോൾ ഇന്ന് കിട്ടുന്നത് എട്ടാളാണ് മരിച്ചത്. അപ്പോൾ എട്ടാമത്തെ ആളെ ബോഡിയാണ് ഇട്ട് ഇന്ന് കിട്ടിയത്. ബോഡി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ PP കിറ്റൊക്കെ ഇട്ട് നല്ല വൈറ്റ് ഗാർഡിൻ്റെയും UDF-ൻ്റെ ഒക്കെ നേതാക്കൾ ഇവിടെ ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും വൺ സെറ്റപ്പോട് കൂടി നിൽക്കുകയാണ്. വയനാട്ടിൽ പല ദുരിതങ്ങളിലും നേരിട്ടിറങ്ങി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വയനാട്ടിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. നമ്മൾ വയനാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയൊരു മണ്ണാണ് ഞങ്ങളുടേത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഈ നാട്ടിലെ ആളുകൾ തന്നെ അത് രോഗപരിചരണത്തിനും അതോടൊപ്പം തന്നെ ഈ ബോഡികളെയൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് അത് മറവ് ചെയ്യുന്നതിനുള്ള പരിപാടികളൊക്കെ വൈറ്റ് ഗാർഡ്, DYFI, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിൽ നേരിട്ടിറങ്ങി പ്രവർത്തിച്ചവരാണ്. ഇതിൽ ഇപ്പോൾ കള്ളാടിയിൽ നടന്ന ദുരന്തത്തിൽ 8 ആളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് ബോഡിയാണ് ഇവിടെ വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. 7 ബോഡികളും ഞങ്ങൾ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ചുള്ള പ്രക്രിയയിലൂടെ ഞങ്ങൾ അത് പരിചരണം ചെയ്തുകൊണ്ട് എംബാം ചെയ്തുകൊണ്ട് അവരുടെ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇനി 8ാമത്തെ ബോഡിയാണ് വരുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറാക്കി. സന്നദ്ധ സംഘടനകൾ, പ്രിയപ്പെട്ടവരെല്ലാവരും, ഹോസ്പിറ്റൽ അധികൃതർ, പോലീസ് അധികൃതർ എല്ലാവരും ഇവിടെ സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ബോഡി ഏകദേശം ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താനായി എന്നുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ പെട്ടെന്ന് അതിൻ്റെ വേണ്ട ക്രമങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 1:30-2 മണിയോട് അടുപ്പിച്ച് ബോഡി ഇവിടെ എത്തിയിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ, വയനാട് വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ബോഡി വന്നിട്ടുള്ളത്. ഒരാഴ്ചൻ്റെ പഴക്കമുള്ള ബോഡി ആയതുകൊണ്ട് കുറച്ച് വീക്കാണ്. അപ്പോൾ താമസിപ്പിക്കാതെ വേണ്ട ക്രമങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടും അവരെ ആംബുലൻസിൻ്റെ ബാക്കിൽ വന്ന അവരെ ഫാമിലിൻ്റെ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇൻക്വസ്റ്റ് നടത്തുന്നതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് നമ്മളെ വൈത്തിരി തഹസിൽദാർ ഉമർ അലി സാറ് പറയുന്നത്. അങ്ങനെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവരെത്തിയിട്ടുണ്ട്. അവരെ മാമനും അതേമാതിരി തന്നെ ജ്യേഷ്ഠനും അവൻ്റെ റിലേഷനിലുള്ള ആളുകളൊക്കെ എത്തി ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ശേഷം എല്ലാ ക്രമങ്ങളും കഴിഞ്ഞ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഞങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങൾ മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മോർച്ചറിയിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ ശേഷം പഴയതുപോലെ ഞങ്ങൾ 8ാമത്തെ ബോഡിയും ആംബുലൻസ് കയറ്റി സുരക്ഷിതമായി അവരെ നാട്ടിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ബോഡി കിട്ടിയത് കെഡാവർ ഡോഗ്സിൻ്റെ സഹായത്താലാട്ടോ. ഇതോടുകൂടി ഇനിയൊരു ബോഡിയും നമുക്ക് കിട്ടാനില്ല, നമ്മളെ സുഹൃത്തുക്കൾ ഇനി ആരും മണ്ണിലില്ല എന്നുള്ളൊരു സമാധാനത്തോടു കൂടി ഇനി ഇതുപോലത്തെ ഒരു അപകടം, ഒരു ദുരിതം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.